ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന 5 in 1 ടോട്ട് കേക്ക് അഥവാ ചോക്ലേറ്റ് ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പുറത്തിതിന് 1 കിലോയ്ക്ക് 1200 രൂപയ്ക്കാണ് വില. പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ഒക്കെ പുറത്തുനിന്ന് വാങ്ങിയാൽ മതി. അതിന് അധികം വിലയൊന്നുമില്ല. ബാക്കി മുട്ടയും മൈദയും അല്ലെങ്കിൽ വനില എസൻസും പാലും ഒക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എനിക്ക് തോന്നുന്നു മിക്കവരും ഈ ഡ്രീം കേക്ക് കഴിച്ചിട്ടുണ്ടായിരിക്കും. പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഓവൻ ഇല്ലാണ്ട് എങ്ങനെ ചെയ്യുന്നത് കാണിക്കുന്നത്. പക്ഷേ ഓവൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഓവനിലും എങ്ങനെ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഡ്രീം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മുന്നേ ഫ്രീസറിൽ നിന്നും പുറത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വരും. നമ്മൾ ക്രീം എപ്പോഴും വിപ്പ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും 2-3 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം വേണം ക്രീം വിപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് വരും. ഇപ്പോൾ കണ്ടോ, കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പാത്രം നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 5-6 മിനിറ്റ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. ഇത്രയും മതി. സാധാരണ നമ്മൾ ക്രീം കേക്ക് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരണമല്ലോ, അത്രയും തന്നെ തിക്കായിട്ട് വരണം എന്നില്ല. ഈ ഒരു സ്റ്റേജിൽ ഞാനിപ്പോൾ ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും മതി. അപ്പോൾ ഇതൊന്ന് ഫ്രീസറിലേക്ക് ഒന്ന് കവർ ചെയ്തെടുത്ത ശേഷം ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്താൽ മതി. കണ്ടോ, ഇത്രയും തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു ബൗളിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ ചേർത്ത് കൊടുക്കാമേ, അതിൽ കൂടുതൽ. പിന്നെ ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ, സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു ഓയിലും എസൻസും മുട്ടയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. മിക്സിയുടെ ജാറിലും ഇതുപോലെ തന്നെ വിപ്പ് ചെയ്തെടുത്താൽ മതി. പക്ഷേ മിക്സിയുടെ ജാറിലൊന്നും വെള്ളത്തിൻ്റെ മയമൊന്നും ഉണ്ടാവരുത്. ഇതുപോലെ നമ്മൾ ബീറ്റർ വെച്ചിട്ടാണെങ്കിലും വെള്ളത്തിൻ്റെ മയമൊന്നും ഇല്ലാണ്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കേക്ക് ഹാർഡായിട്ട് പോകും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, അതായത് പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് 1/2 കപ്പ്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതല്ല കേട്ടോ, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഹൈ സ്പീഡിലാണ് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടി നല്ല ഫ്ലഫി ആയിട്ട് വരണം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നാൽ മാത്രമാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ മിക്സിയുടെ ജാറിലാണെങ്കിൽ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണെന്ന് മാത്രം. ഇപ്പം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, അതായത് 250 ml 1 കപ്പ് മൈദയാണ്. ആക്ച്വലി ഞാൻ ഈ മൈദ 2 പ്രാവശ്യം ഒന്ന് അരിച്ച് മാറ്റി വെച്ചതാണ്. ഇപ്പോൾ അരിച്ചതോടെ കൂട്ടി 3 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു 3 വട്ടമൊക്കെ അരിച്ചെടുക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരിത്തിരി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ആക്ച്വലി കേക്കിനൊക്കെ മിക്സാക്കി എടുക്കാം. വളരെ സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് വേണം മിക്സാക്കി എടുക്കാനായിട്ട്. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ നേരത്തെ മൈദ അരിച്ചെടുത്തപ്പം കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. ഞാൻ മറന്നുപോയി. ഇപ്പം ഞാൻ മിക്സ് ചെയ്ത് ഓർത്തു കേക്കിന് കളറില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തില്ല എന്ന് വിചാരിച്ചു. ചില സമയത്ത് ചില ഇൻഗ്രീഡിയൻസ് ഇതുപോലെ വിട്ടുപോകും. അപ്പം നിങ്ങൾ മൈദ അരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ. എന്നിട്ട് വളരെ ജെൻറ്റിലായിട്ട് മിക്സാക്കി എടുക്കണം. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ സ്പീഡ് കുറച്ച് കൂട്ടിയാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഇത്രയും സ്പീഡിലല്ല ഞാൻ മിക്സാക്കി എടുത്തത്. കാരണം ഞാൻ ആ മിക്സാക്കി എടുത്ത അത്രയും സ്പീഡ് കുറവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ സ്പീഡ് കുറച്ചാണ് ഇത് മിക്സാക്കി എടുത്തത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ നല്ല തിക്കായിട്ടായിരിക്കും. നമുക്കിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. അതായത് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് തണുത്ത പാലൊന്നും ചേർത്ത് കൊടുക്കരുത്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമുക്കിത് ലംസ് ഒന്നും ഇല്ലാണ്ട് വേണം ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ബീറ്റർ ഉള്ളത് കൊണ്ട് തന്നെ 1 സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലംസ് ഒന്നും ഇല്ലാണ്ട് മാറി കിട്ടും. ബീറ്റർ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്പാച്ചിൽ വെച്ചിട്ട് ലംസ് ഒന്നും ഇല്ലാണ്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്യരുത്. ബീറ്ററിൻ്റെ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ
ഒന്നിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ ലംസ് ഒന്നും ഇല്ല, മാറി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ എടുത്തേക്കുന്നത്. അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കേക്കിൻ്റെ ആ ഒരു ബാറ്റർ ഇതുപോലെ മടങ്ങി മടങ്ങി വേണം വീഴാനായിട്ട്. അതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഇപ്പം നമ്മൾക്കിതിൻ്റെ ആ ഒരു എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറാനായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ആ ഒരു ബബിൾസൊക്കെ പുറത്തേക്ക് പോകും. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പാനിൽ വെച്ചിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഞാനൊരു 10-15 മിനിറ്റ്സ് ഇതുപോലെ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു ലിഡ് വെച്ചിട്ട് കവർ ചെയ്ത് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 25-30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഹോളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പേപ്പർ വെച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിലും ഓവൻ ഇല്ലെങ്കിലും കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിക്കോണം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ ഓവൻ ഉള്ളവർക്ക് വേണ്ടി, ഓവനിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഓവനിൽ എങ്ങനെ ചെയ്യാമെന്ന് പറയും. ചിലപ്പോൾ പുതിയതായിട്ട് ഓവൻ മേടിച്ചവർക്ക് ഒരു കൺഫ്യൂഷൻ കാണും. ഓവനിൽ 4 മോഡുണ്ട്: മൈക്രോവേവ്, ഗ്രിൽ, കൺവെക്ഷൻ ആൻഡ് കോമ്പിനേഷൻ മോഡ്. നമ്മളെപ്പോഴും കൺവെക്ഷൻ മോഡിലാണ് കേക്ക് ബേക്ക് ചെയ്യേണ്ടത്. 180 ഡിഗ്രിയിലാക്കി കൊടുക്കുക. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിടുക. ഓവൻ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം വീണ്ടും ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ 10 മിനിറ്റ്സ് ടൈം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു 10 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും തന്നെ കട്ട് ഓഫ് ആയിക്കോളും. അപ്പോഴത്തേക്കും ഓവൻ നന്നായിട്ട് ചൂടായിട്ട് വരും. ഇപ്പോൾ ഓവനിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ റൺ ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിന് ശേഷം വീണ്ടും കൺവെക്ഷൻ മോഡിൽ 180 ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 45 മിനിറ്റ്സ് ടൈം കൊടുത്തതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും 45 മിനിറ്റ്സ് ആയി. അതിന് ശേഷം വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം 45 മിനിറ്റ്സ് നിങ്ങൾ നോക്കാതിരിക്കാനേ പാടില്ല. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഒരു 25-30 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് തുറന്ന് നോക്കണം എങ്ങനെയാണെന്നുള്ളത്. മുകൾ ഭാഗം ഹാർഡായിട്ട് പോവുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ബട്ടർ വല്ലതും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഡ്രീം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ ഓവൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടപ്പോൾ പലരും ചോദിച്ചായിരുന്നു ഈ റൊട്ടേറ്റിംഗ് ഗ്ലാസ് എന്ത് ചെയ്യണം, ഈ ഗ്ലാസ് മാറ്റണോ എന്താണെന്നുള്ളത്. അപ്പം റൊട്ടേറ്റിംഗ് ഗ്ലാസ് നമ്മൾ ഏത് മോഡിലാണെങ്കിലും മാറ്റാൻ പാടില്ല. റൊട്ടേറ്റിംഗ് ഗ്ലാസിൻ്റെ മുകളിൽ കേക്ക് ട്രേ വെച്ച് കൊടുത്തതിന് ശേഷമാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങൾ ഗ്രിൽ ഓപ്ഷനിലാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഗ്രിൽ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഈ റൊട്ടേറ്റിംഗ് ഗ്ലാസിൻ്റെ മുകളിൽ ഗ്രിൽ റാക്ക് വെച്ചതിന് ശേഷമാണ് ഗ്രില്ല് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ റെസിപ്പിയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഓവനിൽ കേക്ക് ബേക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്കൊരു 25 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ കേക്ക് റെഡിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, ഒരുപാട് പ്രാവശ്യം ഞാനിങ്ങനെ പ്രിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് കുറവാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. അപ്പം നമ്മുടെ കേക്ക് കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. 1/4 കപ്പ് ഷുഗറും 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ആ ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ഇത്രയേ ഉള്ളൂ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട്. കണ്ടോ, വളരെ എളുപ്പമാണ്. ഈ ഡ്രീം കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് എൻജോയ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അമ്മമാരുണ്ടാക്കി കൊടുക്കണം. എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ് ഡ്രീം കേക്ക്. അപ്പം നമ്മുടെ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ കണ്ടോ, നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഏകദേശം ഒരേ അളവിൽ വേണം എടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. കേക്കിൻ്റെ ഈ മുകൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് വളരെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഈ ബട്ടർ പേപ്പർ അങ്ങോട്ട് മാറ്റിയേക്കാം. കേക്ക് നല്ല സോഫ്റ്റാണ്, വളരെ സോഫ്റ്റായിട്ട് കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ക്രിസ്മസിന് കേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു പാത്രമാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രീം കേക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പാത്രം ഒന്നും മേടിച്ചിട്ടില്ല. നിങ്ങളുടെ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇതിലേക്ക് കേക്ക് ട്രേ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. ഏകദേശം അതേ വലുപ്പം തന്നെയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം കുട്ടികൾ ടിഫിൻ ബോക്സ് ആണെങ്കിലും മതി. ഇതുപോലെ ഏതെങ്കിലും വട്ടത്തിലോ അല്ലെങ്കിൽ സ്ക്വയറോ ഏതെങ്കിലും പാത്രം ആയാൽ മതി കേട്ടോ. അതിലേക്ക് ഞാൻ കേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ആ ഷുഗർ സിറപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് ഞാൻ പറഞ്ഞ അളവിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം. എങ്കിലാണ് കേക്ക് നല്ല മോയിസ്റ്റായിട്ട് വരുള്ളൂ. നന്നായിട്ട് കേക്ക് നല്ല സോഫ്റ്റായിട്ട് മോയിസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ.
ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത വിപ്പിംഗ് ക്രീമും പിന്നെ നമ്മൾ മെൽറ്റാക്കി എടുത്ത ചോക്ലേറ്റും രണ്ടും കൂടെ മിക്സാക്കി എടുക്കുക. അപ്പോഴത്തേക്കും ആ കേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് കേക്കിന് മുകളിലായിട്ട് സെക്കൻഡ് ലെയറായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തേക്കുന്ന വിപ്പിംഗ് ക്രീം നല്ല മധുരം ഉള്ളത് കൊണ്ടാണ് അതിലേക്ക് വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാത്തത്. മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നിങ്ങൾ മധുരം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, എൻ്റെ കയ്യിൽ കേക്ക് ടൂൾസ് ഒന്നും അധികമൊന്നുമില്ല, സ്പാച്ചുല വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പെർഫെക്ഷൻ കുറവായിരിക്കും. കേക്ക് ടൂൾസ് ഒക്കെ ഉള്ളവർ അതനുസരിച്ച് ചെയ്താൽ മതിയേ. അപ്പോൾ ഇതിന് മുകളിൽ ഇത് ഞാനൊന്ന് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയാണ്, ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ആ കേക്ക് സെറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും പിന്നെ കുറച്ച് ചോക്ലേറ്റും പിന്നെ ഇത്തിരി പാല്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പാലിലൊന്ന് മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തേർഡ് ലെയർ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ക്രീമൊക്കെ ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ചേർത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാൻ ഈ ഒരു അമൂലിൻ്റെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എടുത്തേക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ലംസ് ഒന്നും ഇല്ലാതെ വേണം ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റി വയ്ക്കുക. ആ കോൺഫ്ലോറിന് ചെറിയൊരു വേവ് ഉണ്ട്, അതുകൊണ്ടാണ് ഇനി ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ്സൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ക്രീമൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കോൺഫ്ലോറിൻ്റെ ചോക്ലേറ്റിൻ്റെ മിക്സ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലെയറായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇതും ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇത് സെറ്റായിട്ട് വരും. അപ്പം നമുക്ക് ഈ ഒരു കേക്ക് സെറ്റായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ലെയറിനുള്ള കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. അപ്പം നമ്മുടെ കേക്കും ഇപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഈ ചോക്ലേറ്റിൻ്റെ ലെയർ കൂടി ചെയ്ത് കൊടുക്കാം. ഈ ചോക്ലേറ്റിൻ്റെ ലെയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഒരുപാട് തിക്കായിട്ട് ചെയ്യരുത്, വളരെ ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എങ്കിലാണ് ചോക്ലേറ്റ് നല്ല സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. നല്ല ഹാർഡല്ല, നമ്മളിങ്ങനെ ഡ്രീം കേക്ക് ഒക്കെ കണ്ടിട്ടില്ലേ, തല്ലി പൊട്ടിക്കുന്ന പോലെയല്ലേ ഡ്രീം കേക്ക് എടുക്കുന്നത്. ആ മുകൾ ഭാഗം നല്ല ഹാർഡായിട്ട് തന്നെ കിട്ടും. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ്, നല്ല ഹാർഡായിട്ട് വന്നിട്ടുണ്ട്. മുകളിലേക്ക് നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 5-in-1 ടോട്ടെ ക്രീം കേക്ക്. വളരെ സൂപ്പറാണ്, ടേസ്റ്റിയാണ്. ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു 5-in-1 ഡ്രീം കേക്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്, എളുപ്പമാണ്, ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചില ഡ്രീം കേക്കിന് ചെറിയൊരു കയ്പുണ്ട് കൊക്കോ പൗഡറിന്. ഇപ്പം ഞാൻ വീട്ടിലുണ്ടാക്കിയപ്പോൾ ആ കയ്പൊന്നും ഇല്ലായിരുന്നു. നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ വലിയ വില കൊടുത്ത് പുറത്തുനിന്നൊന്നും വാങ്ങണ്ട. പുറത്തുനിന്ന് വാങ്ങിയ ഡ്രീം കേക്കും വീട്ടിലുണ്ടാക്കുന്ന ഡ്രീം കേക്കും തമ്മിൽ ഒരു വ്യത്യാസമില്ല, ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. അണ്ടിൽ ദെൻ, ബൈ ബൈ.